ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. ജർമ്മനിയിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞുകയറി 2 മരണം, 60 പേർക്ക് പരുക്ക്. ഭീകരാക്രമണ സാധ്യത തള്ളാതെ പോലീസ്. ബെർലിന്. ജർമ്മനിയിലെ കിഴക്കൻ നഗരമായ മഗ്ഡബർഗിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞുകയറി 2 മരണം, 60 പേർക്ക് പരുക്കേറ്റു. 15 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരിൽ ഒരു കുട്ടിയുമുള്ളതായാണ് വിവരം. പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയാണ് സംഭവം. കാർ ആൾക്കൂട്ടത്തിനിടയിലൂടെ 400 മീറ്ററോളം മുന്നോട്ട് നീങ്ങി. സംഭവത്തിന്റെ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കാറോടിച്ച് 50 വയസ്സുകാരനായ സൗദി സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2006 മുതൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാക്കിയ ഇയാൾ ഡോക്ടറായി പ്രവർത്തിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. കാറിൽ സ്ഫോടക വസ്തുക്കളുണ്ടെന്ന സംശയത്തിൽ സ്ഥലത്തുനിന്ന് ആളുകളെ ഒഴിപ്പിച്ച ശേഷം പോലീസ് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രതി താമസിക്കുന്ന ബേൺബർഗ് കേന്ദ്രീകരിച്ചും പോലീസിന്റെ പരിശോധന തുടരുകയാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണെന്നും നടന്നത് ആക്രമണമാണെന്ന് കരുതുന്നതായും പ്രാദേശിക സർക്കാർ വക്താവ് മർത്തദിയാസ് ഷുപ്പിയും നഗര വക്താവ് മൈക്കൽ ലീവും പറഞ്ഞു. സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഇന്ന് മഗ്ഡബർഗ് സന്ദർശിക്കുമെന്നാണ് സൂചന. മഗ്ഡബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ സംഭവത്തെ സൗദി വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഉടൻ രാജിവെക്കണമെന്ന് ഇലോൺ മസ്ക് എക്സിലൂടെ ആവശ്യപ്പെട്ടു. 2016 ഡിസംബർ 19 ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്ക് പാഞ്ഞുകയറി 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇറ്റലിയിലേക്ക് കടന്ന തുണീസിയയിൽ നിന്നുള്ള അഭയാർത്ഥിയായ അനീസ് അമ്മിയെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൊലപ്പെടുത്തി. 2016 ആക്രമണത്തിന്റെ 8ാം വാർഷികത്തിന്റെ പിറ്റേന്നാണ് സമാനമായ സംഭവം. യുക്രൈൻ കരുതിക്കളിച്ച് പുടിൻ. പ്രശ്നപരിഹാരം തേടി ട്രംപുമായി ചർച്ച. ന്യൂഡൽഹി. US പ്രസിഡന്റായി ജനുവരി 20 അധികാരമേൽക്കുന്ന ഡൊണാൾഡ് ട്രംപുമായി യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന പ്രശ്നപരിഹാരത്തിന് ചെറിയൊരു വഴി തുറന്നു. പുടിനും ട്രംപും തമ്മിൽ വ്യക്തിപരമായ അടുപ്പമുണ്ടെന്നതും അതുപയോഗിച്ച് യുക്രൈൻ പ്രശ്നത്തിനു പരിഹാരം കാണാൻ ഇരുവരും ശ്രമിച്ചേക്കുമെന്നതും പരസ്യമായ രഹസ്യമാണ്. എന്നാൽ ട്രംപ് അധികാരമേൽക്കാൻ 1 മാസം കൂടിയുള്ളപ്പോൾ പുടിൻ ഇങ്ങനെയൊരു പരസ്യ പ്രസ്താവന നടത്തിയതെന്തിനെന്നാണ് നിരീക്ഷകർക്കു വ്യക്തമാകാത്തത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി യുദ്ധരംഗത്ത് റഷ്യൻ സൈന്യം നേട്ടമുണ്ടാക്കുന്നു. റഷ്യൻ സൈന്യത്തിന്റെ പീരങ്കിപ്പോരാട്ടം യുക്രൈൻ നിരകളിൽ കനത്ത നാശമുണ്ടാക്കുന്നു. കുർസ്ക് പ്രദേശത്ത് പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ റഷ്യൻ സൈന്യം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതാനും മാസം മുൻപ് വരെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ശക്തമായ പ്രതിരോധനിര സൃഷ്ടിക്കാതെയായിരുന്നു റഷ്യൻ സൈന്യം പോരാടിയിരുന്നത്. അതിനാൽ പലപ്പോഴും യുക്രൈൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ നേരത്തെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ പലതും നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിടിച്ചെടുത്ത ഭൂമിയിൽ ശക്തമായ പ്രതിരോധനിര തീർത്താണ് റഷ്യൻ സൈന്യം മുന്നേറുന്നത്. ഭൂമി തിരിച്ചുപിടിക്കാനുള്ള യുക്രൈൻ ശ്രമങ്ങൾ പാളുന്നു. ഈ നേട്ടം നിലനിർത്തിക്കൊണ്ട് ചർച്ചകളിലേക്ക് നീങ്ങാൻ ഉദ്ദേശിച്ചാവാം ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതെന്നാണ് ഒരു അനുമാനം. റഷ്യ ചർച്ചകൾക്കു തയ്യാറായിരിക്കെ യുക്രൈനിനു കൂടുതൽ ആയുധസഹായം നൽകുന്നതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പൊതുജനാഭിപ്രായം ഉയരുമെന്നാവാം കണക്കുകൂട്ടൽ. യുദ്ധം മൂലമുണ്ടായ ഇന്ധനവിലക്കയറ്റവും വാണിജ്യനഷ്ടവും നേരിട്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ ജനത ഇത് ഒരു കച്ചിത്തുരുമ്പായി കണ്ട് സമാധാന ശ്രമങ്ങൾക്ക് തങ്ങളുടെ ഭരണകൂടങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നു വരാം. സിറിയയിൽ റഷ്യ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് രക്ഷ നേടാനാവാം ഈ നീക്കമെന്നും കരുതുന്നുണ്ട്. ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന റഷ്യയ്ക്ക് അവസാന നിമിഷം അദ്ദേഹത്തെ കൈയൊഴിയേണ്ടിവന്നു. അതിൽ നിന്ന് ലോകശ്രദ്ധ തിരിച്ച് യുക്രൈൻ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരാനുമാവാം ശ്രമം. ഇനിയും പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യൻ സൈന്യത്തിനാവില്ലെന്ന് മനസ്സിലാക്കിയാണ് സമാധാന നീക്കമെന്നാണ് മൂന്നാമതൊരു അനുമാനം. പടപൊരുതാൻ വേണ്ടത്ര സൈനികരില്ലാതെ വന്നതോടെ വിദേശ പൗരന്മാരെ നിർബന്ധമായും അല്ലാതെയും സൈനിക സേവനത്തിനേക്കേണ്ട നിലയിലാണോ റഷ്യയെന്നും കരുതുന്നവരുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയ യുവാക്കളെയും അതുപോലെ ഉത്തര കൊറിയ അയച്ചുകൊടുത്ത സൈനികരെയും വരെ പോരാട്ടമുന്നണിയിലേക്ക് അയക്കേണ്ടി വന്നിരിക്കുകയാണിപ്പോൾ. ഇതൊന്നുമല്ല, കഴിഞ്ഞ ദിവസം റഷ്യൻ സൈന്യത്തിന്റെ ആണവ രാസായുധ വിഭാഗത്തിന്റെ തലവൻ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ തന്റെ വ്യക്തിപരമായ സുരക്ഷ തന്നെ അപകടത്തിലാണെന്ന് ഭയന്നാവാം പുടിന്റെ ഈ നീക്കമെന്നും കരുതുന്നുണ്ട്. പുടിൻ കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ സുരക്ഷാവലയമുള്ള ഏതാനും ചിലരിലൊരാളായിരുന്നു കൊല്ലപ്പെട്ട ജനറൽ ഇഗോർ കിരിലോവ്. 3 വർഷം സഹിച്ചത് ക്രൂരപീഡനം. 150 മുറിവുകളുമായി കുഞ്ഞു ഷഫീഖ്. തൊടുപുഴ കുമളി 1-ാം മൈലിൽ ഏലച്ചെടികൾക്കിടയിലെ ഷീറ്റിട്ട വീട്ടിൽ നിന്ന് 5 വയസ്സുകാരൻ ഷഫീഖിന്റെ കരച്ചിൽ പലതവണ ഉയർന്നെങ്കിലും അതൊന്നും ആരുടെയും ചെവിയിലെത്തിയില്ല. പിതാവിൽ നിന്നും രണ്ടാനമ്മയിൽ നിന്നും 3 വർഷം ഷഫീഖ് നേരിട്ടതു ക്രൂരപീഡനമാണ്. ശരീരത്തിൽ മുറിവേൽക്കാത്ത ഭാഗങ്ങളില്ല. 150-ൽ അധികം മുറിവുകളുമായാണ് ഷഫീഖിനെ ആദ്യമായി കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലെത്തിക്കുന്നത്. വീടിന് സമീപം കളിച്ചപ്പോൾ വീണതാണെന്ന് പിതാവ് ഷെരീഫ് പറഞ്ഞു. അബോധാവസ്ഥയിലായ കുട്ടി മരണത്തോട് മല്ലടിക്കുന്ന അവസ്ഥയിലാണെന്ന് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞു. കുമളിയിലെ ആശുപത്രിയിൽ കുട്ടിയെ കാണിച്ചു മരുന്ന് വാങ്ങിച്ചെന്നും കുറയാത്തതിനാലാണ് കൊണ്ടുവന്നതെന്നും അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറോട് കുട്ടിയുടെ പിതാവ് പറഞ്ഞിരുന്നു. സ്കാനിങ്ങിലാണ് തലച്ചോറിലെ മാരകമായ മുറിവുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടി വീട്ടിലെ പടിക്കെട്ടിൽ നിന്ന് വീണതാണെന്നും 4-5 പടികൾ മറിഞ്ഞു താഴേക്ക് വീണതിന്റെ പരുക്കാണെന്നും പിതാവ് മാറ്റിപ്പറഞ്ഞു.
കുട്ടി അത്യാസന്ന നിലയിലാണെന്നും വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറ്റണമെന്നും ഡോക്ടർമാർ പറഞ്ഞപ്പോൾ കാശില്ലെന്നും കുട്ടിയുമായി തിരിച്ചുപോകുകയാണെന്നുമായിരുന്നു മറുപടി. തുടർന്ന് ഒരു ബന്ധുവാണ് കുട്ടിയെ അഡ്മിറ്റാക്കാൻ അനുവാദം നൽകിയത്. ദേഹമാസകലമുള്ള പരുക്കുകളെയും പാടുകളെയും പറ്റി ചോദിച്ചപ്പോൾ ഷഫീഖ് സ്വയം നുള്ളിപെരുക്കേൽപ്പിച്ചതാണ്, ചിക്കൻ ബോക്സ് വന്നതാണ് എന്നീ കള്ളങ്ങൾ ഷെരീഫ് പറഞ്ഞെങ്കിലും ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനിലും പോലീസിലും വിവരമറിയിച്ചു. ആദ്യഭാര്യ ഉപേക്ഷിച്ചതിന്റെ രോഷം കുഞ്ഞിന്റെ നേരെ. ഷെരീഫിന്റെ ആദ്യഭാര്യയിലുള്ള 2 കുട്ടികളെയും അനീഷയുടെ ആദ്യവിവാഹത്തിലെ ഒരു കുട്ടിയെയും നോക്കുന്നതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഷഫീഖിനെ ക്രൂരമായി മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഷഫീഖിന്റെ സഹോദരനെ അനാഥാലയത്തിലാക്കുകയാണ് ആദ്യം ചെയ്തത്. ആദ്യഭാര്യ രമ്യ ഉപേക്ഷിച്ചു പോയതിലുള്ള രോഷമായിരുന്നു ഷഫീഖിനോട് പിതാവ് പ്രകടിപ്പിച്ചിരുന്നത്. മുൻപ് ചെങ്കരയിൽ താമസിക്കുന്ന സമയത്തും ഇയാൾ മക്കളെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ചെങ്കരയിലെ കടയിൽ നിന്ന് ഒരിക്കൽ മിഠായി വാങ്ങാനെത്തിയ കുട്ടിയുടെ കൈയിലെ പൊള്ളിച്ച പാട് കടയുടമ ശ്രദ്ധിച്ചു. രക്ഷിതാക്കൾ ഉപദ്രവിച്ചതാണെന്ന് കുട്ടി പറഞ്ഞു. കടയുടമ പറഞ്ഞു. ഇക്കാര്യം നാട്ടുകാർ അറിഞ്ഞതോടെ ഷെരീഫ് അവിടെ നിന്ന് വീട് മാറുകയായിരുന്നു. ബാഗിൽ എന്തെന്ന് നാട്ടുകാർ, ഇറച്ചിയെന്ന യുവാവ്, ഭാര്യയുടെ മൃതദേഹം പുറത്തെടുത്തു പോലീസ്. നാഗർകോവിൽ, യുവതിയെ കൊന്ന് ശരീരഭാഗങ്ങൾ ബാഗിലാക്കി ഉപേക്ഷിക്കാൻ കൊണ്ടുപോയ ഭർത്താവ് അറസ്റ്റിൽ. കന്യാകുമാരി ജില്ലയിലെ 5 ഗ്രാമത്തിലാണ് നാടിനെ ഞെട്ടിച്ച ദാരുണമായ കൊലപാതകം നടന്നത്. 5 ഗ്രാമം സമീനപുരം സ്വദേശിയായ മരിയ സന്ധ്യ 30 ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് മാരിമുത്തുവിനെ 36 പോലീസ് അറസ്റ്റ് ചെയ്തു. മരിയയുടെ മൃതദേഹം അരിവാളുപയോഗിച്ച് 3 കഷണങ്ങളാക്കി വെട്ടിമുറിച്ച ശേഷം മാരിമുത്ത് ബാഗുകളിലാക്കിയിരുന്നു. ബാഗുകളുമായി പോകുകയായിരുന്ന മാരിമുത്തുവിന് നേരെ സമീപത്തുനിന്ന് നായ കുരച്ച് ബഹളം വെച്ചു. ഇതോടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത്. ബാഗിലെന്താണെന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ഇറച്ചിയാണെന്നായിരുന്നു മറുപടി. പിന്നാലെ മാരിമുത്തുവിന് തടഞ്ഞു നിർത്തിയ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസെത്തി നടത്തിയ പരിശോധനയിലാണ് ബാഗുകളിൽ നിന്നും മരിയയുടെ മൃതദേഹം കണ്ടെത്തിയത്. തൂത്തുക്കുടിയിലെ മീൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മരിയ സന്ധ്യയെ മാരിമുത്തുവിന് സംശയം തോന്നിയിരുന്നു. ഇതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യാഴാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയ മരിയയും മാരിമുത്തുവും തമ്മിൽ വീണ്ടും വഴക്കുണ്ടായി. മരിയ വീട്ടിലെത്തുമ്പോൾ വീട്ടിൽ ഇയാൾ ടിവിയുടെ ശബ്ദം ഉച്ചത്തിലാക്കി വെച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾ കൊലപാതകം നടത്തിയത്. ദമ്പതികൾ 2 മാസം മുൻപാണ് കന്യാകുമാരി ജില്ലയിലെ 5 ഗ്രാമത്തിലേക്ക് താമസം മാറിയത്. കോൾ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് മാരിമുത്തു. തിരുനെൽവേലി ജില്ലയിലെ തച്ചനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ 2022 രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് മാരിമുത്തു. വിവാഹമോചനം നേടിയ ഭാര്യയെ പാഠം പഠിപ്പിക്കാൻ മുൻ ഭർത്താവ് ജീവനാംശമായി കോടതിയിലെത്തിച്ചത് 20 ചാക്ക് നാണയങ്ങൾ. കോയമ്പത്തൂർ. വിവാഹമോചനം നേടിയ ഭാര്യയെ പാഠം പഠിപ്പിക്കാൻ മുൻ ഭർത്താവ് കോടതി മുൻപാകെ ജീവനാംശ തുക നൽകിയത് നാണയങ്ങളായി. വിവാഹമോചിതന്റെ പെരുമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കോടതി നാണയങ്ങൾ നോട്ടാക്കി കോടതിയിൽ സമർപ്പിക്കാൻ ഉത്തരവിട്ടു. കോയമ്പത്തൂർ കുടുംബ കോടതിയിൽ വ്യാഴാഴ്ചയാണ് മുൻ ഭാര്യയ്ക്ക് തന്നെ ചിരി ഉണർത്തിയ സംഭവം നടന്നത്. 2 ലക്ഷം രൂപ ജീവനാംശം നൽകണമെന്ന വിധിയനുസരിച്ച് കോടതിയിലേക്ക് വടവള്ളി സ്വദേശിയായ 35-കാരൻ കാറിൽ പണവുമായി വന്നു. വിവാഹമോചിതയും കുടുംബാംഗങ്ങളും കോടതിയിലെത്തിയിരുന്നു. 1,20,000 രൂപ നോട്ടുകളായി നൽകിയ യുവാവ് ബാക്കി തുക 1 രൂപ, 2 രൂപ, 5 രൂപ നാണയങ്ങളായി 20ഓളം ചാക്കുകളിൽ കോടതിക്കുള്ളിൽ എത്തിച്ചു. കോടതിയിൽ ഉണ്ടായിരുന്നവർ ആദ്യം അന്തം വിട്ടുവെങ്കിലും വിവരം അന്വേഷിച്ച കുടുംബ കോടതി ജഡ്ജി ഇടപെട്ട് നാണയങ്ങൾ നോട്ടുകളാക്കി കോടതിയെ ഏൽപ്പിക്കണമെന്ന് യുവാവിന് താക്കീത് നൽകി. കേസ് അടുത്ത ദിവസം പരിഗണിക്കുമ്പോൾ ജീവനാംശം പൂർണ്ണമായും നോട്ടുകളാക്കി സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടതോടെ നാണയങ്ങളുമായി യുവാവ് മടങ്ങി. കഴിഞ്ഞ വർഷമാണ് വിവാഹമോചന കേസ് കോടതിയിലെത്തിയത്. ക്രിസ്തുമസ് രാവുകൾക്ക് നിറം പകർന്ന് കോടഞ്ചേരിയിൽ ടൗൺ കരോൾ നടത്തി. കോടഞ്ചേരി. ക്രിസ്തുമസ് രാവുകൾക്ക് നിറം പകർന്ന് കോടഞ്ചേരിയിൽ വൻ ജനപങ്കാളിത്തത്തോടെ KCYMന്റെ നേതൃത്വത്തിൽ ടൗൺ കരോൾ നടത്തി. കോടഞ്ചേരി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച കരോൾ വെക്ടർ ഫാദർ കുര്യാക്കോസ് ഐകുളമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വസ്ത്രങ്ങളും സാന്താ തൊപ്പിയും അണിഞ്ഞ യുവജനങ്ങൾ കരോളിന് നേതൃത്വം വഹിച്ചു. വാദ്യമേളങ്ങൾ, കരോൾ ഗീതങ്ങൾ, ഫ്ലാഷ് മോബ്, കുട്ടികളുടെ കലാപരിപാടികൾ, നിശ്ചല ദൃശ്യങ്ങൾ, അലങ്കാര ദീപങ്ങൾ, സാന്താക്ലോസ്, ആകാശവിസ്മയം എന്നിവയുടെ അകമ്പടിയോടെ ടൗൺ ചുറ്റിയ കരോൾ കോലഞ്ചേരിയെ പ്രകമ്പനം കൊള്ളിച്ചു. ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് വികാരിയും KCYM മേഖല ഡയറക്ടർ ഫാദർ തോമസ് മേലാട്ട്, KCYM യൂണിറ്റ് പ്രസിഡന്റ് കനോൺ സുനിൽ ഞാറക്കാട്ട്, വൈസ് പ്രസിഡന്റ് ക്രിസ് മരിയ പുളിക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി CJ ടെന്നിസൺ എന്നിവർ പ്രസംഗിച്ചു. KCYM അംഗങ്ങളായ ആൽബർട്ട് സുനോയി, അഭിനവ് വിനോദ്, ജോമി, ജോയ്സ് സജി, ക്രിസ്റ്റോ പുളിക്കൽ, ആൽബിൻ ജോസ്, ജിതിൻ, ബോണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ശ്രേയസ് കോഴിക്കോട് മേഖല നാരങ്ങാത്തോട് യൂണിറ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോടഞ്ചേരി. ശ്രേയസ് നാരങ്ങാത്തോട് യൂണിറ്റും ചാവറ ഹോസ്പിറ്റൽ താമരശ്ശേരിയും വിട്രസ്റ്റ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പള്ളി ഉദ്ഘാടനം ചെയ്ത് യൂണിറ്റ് പ്രസിഡന്റ് PC ചാക്കോ അധ്യക്ഷത വഹിച്ചു.
മേഖല പ്രോഗ്രാം ഓഫീസർ ലിസി റെജി സ്വാഗതം ആശംസിച്ചു. ചാവറ ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസഫ് സോൾവിൻ, ഡോക്ടർ അനുമോൾ, ഡോക്ടർ സിസ്റ്റർ രമ്യ ജോസ്, വി ട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ PRO ലിജോയുടെ നേതൃത്വത്തിൽ കണ്ണ് പരിശോധനയും നടത്തി. ചാവറ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അംഗങ്ങൾ, CO ഗ്രേസികുട്ടി വർഗീസ്, സെക്രട്ടറി റോഷിനി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ടൗൺ കരോൾ ശ്രദ്ധേയമായി. കോടഞ്ചേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ടൗൺ കരോൾ നടത്തി. സഞ്ചരിക്കുന്ന പുൽക്കൂട് ജനശ്രദ്ധ പിടിച്ചുപറ്റി. മനോഹരമായി അലങ്കരിച്ച വാഹനത്തിൽ മാലാഖമാരുടെ അകമ്പടിയിൽ തിരുകുടുംബം സഞ്ചരിച്ചു. ക്രിസ്മസ് പപ്പാമാരും ചെങ്കുപ്പായക്കാരും കണ്ണിന് കൗതുകമായി. വെളുത്തതും ചുമന്നതുമായ വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികൾ താളവാദ്യങ്ങൾക്കനുസരിച്ച് ചുവടുവച്ചു. വർണ്ണ ബലൂണുകൾ കൊണ്ടലങ്കരിച്ച ക്രിസ്മസ് ട്രീകൾ കൈകളിലേന്തിയ കുട്ടികളുടെ പ്രകടനം കരോളിൽ കൗതുകമായി. സ്കൂളിൽ ഒരുത്തിയ ക്രിബും നക്ഷത്രമാലകളും വേറിട്ട അനുഭവമായി. കാട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങളും ക്രിസ്മസ് കേക്കും വിതരണവും ചെയ്തു. കോടഞ്ചേരി അങ്ങാടിയിൽ നടത്തിയ കരോൾ നൃത്ത പരിപാടികളും കരോൾ ഗാനാലാപനവും കാണികൾക്ക് കൗതുകമുണർത്തി. അധ്യാപകർ, അനധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ കേരള ടീമിന് യാത്രയയപ്പ് നൽകി. വേനപ്പാറ, തെലുങ്കാനയിലെ ബെല്ലംപള്ളിയിൽ നടക്കുന്ന സബ് ജൂനിയർ നാഷണൽ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിലെ അംഗങ്ങൾക്ക് വേനപ്പാറ ഹോളി ഫാമിലി ഹൈസ്കൂളിൽ യാത്രയയപ്പ് നൽകി. സ്കൂളിൽ നിന്നും കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച എബിൻ എൻ ജോജൻ, S അബിക്സൺ, ദേവകൃഷ്ണ, മുഹമ്മദ് ഹിദാഷ്, അഭിനന്ദ് ഗിരീഷ്, M അഭിനവ്, AP മുഹമ്മദ് ഷാമിൽ, PV അഭിനവ്, K മുഹമ്മദ് ഷാമിൽ, കായിക അധ്യാപകൻ PM എഡ്വേർഡ് എന്നിവരെ ആദരിക്കുന്ന ചടങ്ങ് സോഫ്റ്റ് ബേസ്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരീഷ് ജോൺ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ മങ്കരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീജ വി ജോൺ, പ്രിൻസിപ്പൽ ലീന വർഗീസ്, UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജോഷി, സ്റ്റാഫ് സെക്രട്ടറി ജോണി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. മഞ്ചാടി കൂട്ടം 2024 സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കുട്ടികളുടെ കലോത്സവം മഞ്ചാടിക്കൂട്ടം 2024 എന്ന പേരിൽ സമുചിതമായി ആഘോഷിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 33 അംഗൻവാടികളിൽ നിന്നായി 252 കുരുന്നുകളാണ് മഞ്ചാടിക്കൂട്ടം 2024 പങ്കെടുത്ത് വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിച്ചത്. മഞ്ചാടിക്കൂട്ടം 2024ന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ആക്കി മാറ്റുവാനുള്ള വിവിധങ്ങളായ പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് വരുന്ന സാമ്പത്തിക വർഷത്തോടുകൂടി മുഴുവൻ അംഗൻവാടികളും ശിശു സൗഹൃദ അംഗൻവാടികളായി മാറ്റിയും മറ്റു വിവിധങ്ങളായ ശിശുക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയും സൗഹൃദം പഞ്ചായത്തായി പ്രഖ്യാപിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അറിയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വനജ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോഴിക്കോട് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ സബീന ബീഗം മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ലിസി ചാക്കോ, ചിന്ന അശോകൻ, റിയാനസ് സുബൈർ, ബിന്ദു ജോർജ്, റോസ്ലി മാത്യു, സിസിലി ജേക്കബ്, സൂസൻ വർഗീസ്, ലീലാമ്മ കണ്ടത്തിൽ, റോസമ്മ കൈത്തുങ്കൽ, ചാൾസ് തയ്യിൽ, ഷാജി മുട്ടത്ത്, ചിന്നമ്മ മാത്യു, ഷാജു ഇട്ടി തെന്മല, റീന സാബു, അസിസ്റ്റന്റ് സെക്രട്ടറി അനിത കുമാരി, CDPO തസ്ലീന, ICDS സൂപ്പർവൈസർ സബന P എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സ്നേഹ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സിഡേസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച 3ാമത്തെ സ്നേഹവീടിന്റെ താക്കോൽദാനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. തെയ്യപ്പാറ നിരകത്തിൽ അല്ലിയും മകളും ഈ ക്രിസ്തുമസ് പുതുവത്സരത്തിൽ കുടുംബശ്രീ CDS നൽകിയ സ്നേഹവീട്ടിൽ ആഘോഷിക്കും. സ്വന്തമായി വീട് നിർമ്മിക്കുവാൻ സാമ്പത്തിക ശേഷിയില്ലായിരുന്ന കുടുംബം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 21 വാർഡുകളിൽ ലഭിച്ച അപേക്ഷകളിൽ നിന്നും ഏറ്റവും അനുയോജ്യരായവരെ CDS ഭരണസമിതി ചേർന്ന് തിരഞ്ഞെടുത്തു. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച് 3 ലക്ഷം രൂപ ചിലവിട്ടായിരുന്നു നിർമ്മാണം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡുകാർ ചില നിർമ്മാണ സാമഗ്രികൾ സംഭാവന നൽകി. യോഗത്തിൽ CDS ചെയർപേഴ്സൺ നിഷ റെജി സ്വാഗതം ആശംസിച്ചു. വാർഡ് മെമ്പർ ഷാജി തേന്മല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടന പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി മുഖ്യ അതിഥിയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ കവിത PS മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജമീല അസീസ്, വാർഡ് മെമ്പർമാരായ ബിന്ദു ജോർജ്, ലിസി ചാക്കോ, വൈസ് ചെയർപേഴ്സൺ സ്വപ്ന ജോസറ്റിൻ, സാമൂഹ്യ ഉപസമിതി കൺവീനർ ബിന്ദു റെജി എന്നിവർ ആശംസകൾ നേർന്നു. തെയ്യപ്പാറ വാർഡ് CDS മെമ്പർ സാലി നന്ദി പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു. പ്രതിമാസം 15 കിലോലിറ്ററിൽ താഴെ വെള്ളം ഉപയോഗിക്കുന്നവർക്കുള്ള BPL ആനുകൂല്യം പുതുക്കുവാനും പുതിയത് അപേക്ഷിക്കുവാനും ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ നൽകാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 31.
ചെമ്പുകടവ് GUP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോടഞ്ചേരി ചെമ്പുകടവ് GUP സ്കൂളിൽ ജിംഗിൾ ബെൽസ് ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് പെരുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഏതൊരു ആഘോഷവും എല്ലാവരും ഒരുമയോടെ ആഘോഷിക്കണമെന്നും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും കെട്ടുറപ്പും കാത്തുസൂക്ഷിക്കണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാന വിതരണം ചെയ്യുകയും ചെയ്തു. മനോഹരമായ ഘോഷയാത്രയും കേക്ക് വിതരണവും സംഘടിപ്പിച്ചു. യോഗത്തിൽ ഹെഡ്മാസ്റ്റർ സുരേഷ് തോമസ്, PTA പ്രസിഡന്റ് ടോണി പന്തലാടി, MPTA പ്രസിഡന്റ് അനു അജിത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് അൻവിസ ക്രിസ്തുമസ് സന്ദേശം നൽകി. പ്ലാറ്റിനം ബെൽസ് ക്രിസ്മസ് ആഘോഷത്തിൽ കോടഞ്ചേരി സെന്റ് ജോസഫ്സ് LP സ്കൂൾ. കോടഞ്ചേരി പ്ലാറ്റിനം ജൂബിലി വർഷം കൊണ്ടാടുന്ന കോടഞ്ചേരി സെന്റ് ജോസഫ്സ് LP സ്കൂളിൽ ഈ വർഷത്തെ ക്രിസ്തുമസ് പരിപാടികൾ വർണ്ണാഭമായി ആഘോഷിച്ചു. ഹെഡ്മാസ്റ്റർ ജിബിൻ പോൾ സ്വാഗതം ആശംസിച്ചു. PTA പ്രസിഡന്റ് CB തൂങ്കുഴി അധ്യക്ഷനായ ചടങ്ങ് സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാന്താക്ലോസ് കുട്ടികളോടൊപ്പം കൂടിയതും കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. കുട്ടികൾക്കായി കരോൾ ഗാനം, നക്ഷത്ര നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങൾ നടത്തി. ആകർഷകമായ നിരവധി സമ്മാനങ്ങൾ അടങ്ങിയ ക്രിസ്മസ് കാർണിവൽ കുട്ടികൾക്ക് ഏറെ ആവേശം പകർന്നു. PTA അംഗങ്ങളുടെ സജീവമായ സഹകരണം ആഘോഷങ്ങൾ വിജയത്തിലെത്തിക്കാൻ സഹായിച്ചു. അധ്യാപകരായ ഷിജോ ജോൺ, ലിബി ടി ജോർജ്, പ്രിൻസി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. കോടഞ്ചേരി കണ്ണോത്ത് സെന്റ് ആന്റണീസ് UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം നടത്തി. PTA വൈസ് പ്രസിഡന്റ് ബിജോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ ആലുങ്കൽ ക്രിസ്തുമസ് ദിന സന്ദേശം നൽകി. ഹെഡ്മാസ്റ്റർ ജോസഫ് PA ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ലീഡർ സാന്റ മരിയ റോബിൻസൺ, സ്റ്റാഫ് സെക്രട്ടറി സ്മിത്ത് ആന്റണി എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തു. കരോൾഗാന മത്സരം, ക്രിസ്തുമസ് കാർഡ് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്തുമസ് പപ്പിയ വരത്തിൽ, ലക്കി സ്റ്റാർ തുടങ്ങി വിവിധ മത്സരങ്ങൾ നടത്തി. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിര്യാതയായി വലിയ കൊല്ലി വീണരാജു കാവുംപുറത്ത് 58, ഭർത്താവ് രാജു കാവുംപുറത്ത്. മക്കൾ ബിജു, ബിൽജി. മരുമക്കൾ സോണിയ തേക്കിലക്കാട്ട് നിലമ്പൂർ, റെൻസ് പണക്കക്കുഴി കൂമ്പാറ. സംസ്കാരം അൽഫോൻസ ചർച്ച് വലിയ കൊല്ലിയിൽ. ചടങ്ങുകൾ ഇന്ന് 2024 ഡിസംബർ 21 വൈകുന്നേരം 3 മണിക്ക് വീട്ടിൽ തുടങ്ങും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.